Hi, welcome back to Learn Know. So, KEAM 2025 notification വന്നു കഴിഞ്ഞു. കേരളത്തിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും KEAM വഴി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാനാണ് KEAMൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. KEAMുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എഞ്ചിനീയറിംഗ്, ഫാർമസി എക്സാം, അതായത് KEAM എക്സാമിനുള്ള പ്രിപ്പറേഷനുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സോ നമുക്ക് നോക്കാം ഏതൊക്കെ പരീക്ഷകൾക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാനാണ് KEAM വഴി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മെഡിക്കൽ കോഴ്സുകളാണ്. അതായത് MBBS, BDS, BHMS, അതായത് ഹോമിയോ, BAMS, ആയുർവേദ, BSMS, സിദ്ധ, BUMS, യുനാനി തുടങ്ങിയ മെഡിക്കൽ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ KEAMന് അപ്ലൈ ചെയ്യണം. ഇനി മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc, അതായത് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, ഇതൊക്കെ BSc കോഴ്സുകളാണ്. അതേപോലെ ബിടെക് ബയോടെക്നോളജി, അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള ബിടെക് ബയോടെക്നോളജി, അതേപോലെ തന്നെ നമുക്ക് വെറ്ററിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി, അതേപോലെ തന്നെ ഫിഷറി സയൻസ്, ഈ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സസിന് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ KEAMൽ അപ്ലൈ ചെയ്യണം. പിന്നെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, അതായത് നമ്മുടെ KTU, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുന്ന ബിടെക് കോഴ്സുകൾക്ക്, അതേപോലെ ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് and BTech Food Technology courses under Kerala Agricultural University, BTech Dairy Technology and BTech Food Technology courses under Kerala Veterinary and Animal Science University, BTech Food Technology course under the Kerala University of Fisheries and Ocean Studies. ഈ പറഞ്ഞ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ KEAM അപ്ലൈ ചെയ്യണം. ഇനി അത് കൂടാതെ BPharm കോഴ്സിന്, അതായത് ഫാർമസി കോഴ്സിനാണെങ്കിലും KEAM അപ്ലൈ ചെയ്യണം. ആർക്കിടെക്ചറിനാണെങ്കിലും KEAMൽ അപ്ലൈ ചെയ്യണം. പൊതുവെ നമുക്കറിയാം KEAM എക്സാം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാനും ഫാർമസിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് KEAM എക്സാം നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്നതാണ്, മെഡിക്കൽ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നീറ്റ് എക്സാം അല്ലേ KEAMൽ അപ്ലൈ ചെയ്യണമെന്ന്. അങ്ങനെ അല്ല. നിങ്ങൾക്ക് മെഡിക്കൽ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് നീറ്റ് എക്സാം ആണെന്നുണ്ടെങ്കിലും KEAMൽ അപ്ലൈ ചെയ്താൽ മാത്രമേ കേരളത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിന് നാറ്റ എക്സാം ആണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുണ്ടെങ്കിലും KEAMൽ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ കേരളത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. +2 കഴിഞ്ഞ് ഈ പറഞ്ഞിട്ടുള്ള ഏത് കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും KEAMൽ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 10th വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ കയറി ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഓരോ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഈ നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിന് നിങ്ങൾക്ക് നീറ്റ് എക്സാം ഉണ്ടാവും. നീറ്റ് 2025 അതിന്റെ എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ ആർക്കിടെക്ചർ ആണ് കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാറ്റ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. KEAM എന്ന് പറയുന്നത് KEAM 2025 എക്സാം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിനും ഫാർമസിക്കുമാണ്. www.ce.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇനി അതിൽ നമുക്ക് കുറെ അധികം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് അടുത്ത വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓരോരോ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് ആ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഡ്യൂറേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാം ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഓരോ ഇൻഫർമേഷനും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കും. ഒപ്പം നമ്മൾ KEAM 2025 പ്രോസ്പെക്ടസ് നമുക്ക് ഈ പറഞ്ഞ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഒപ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, KEAM അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂവും കിട്ടുന്നതായിരിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.